ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ നീലിമ സച്ചിയുടെ വണ്ടിയിൽ ഓട്ടം വിളിച്ച് വരികയാണ്. ഓട്ടം വരുന്ന സമയത്ത് നീലിമയ്ക്ക് സച്ചിയെ വലിയ ഇഷ്ടമായിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. സെൽഫിയൊക്കെ എടുത്തിട്ട് നല്ല സന്തോഷത്തോടു കൂടി പിരിയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ദേവുവിനെ വന്നിട്ട് നമ്മുടെ സച്ചി കാണിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കി നോക്കാൻ ഞാനൊരു വലിയ മാഡത്തിനെ പരിചയപ്പെട്ടു, അവരുടെ അപ്പോൾ എനിക്ക് കൂളിംഗ് ഗ്ലാസ് കിട്ടി, നോക്കി നോക്കാൻ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേവു പറയുന്നുണ്ട്, ചേച്ചി ഇത് നമ്മുടെ ആ പെണ്ണല്ലേ, നമ്മുടെ സുധിയേട്ടനും പറ്റിച്ച് പോയ ആ പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി നോക്കുമ്പോൾ അതെ ആ പെണ്ണ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സച്ചിക്ക് ഇത് മനസ്സിലായിട്ട് സച്ചി നേരെ ചെല്ലണത് നമ്മുടെ ആ നീലിമയുടെ അടുത്തേക്കാണ്. നീലിമയുടെ വാതിലൊക്കെ തട്ടിയിട്ട് നീലിമ തുറക്കുന്നുണ്ട്. അപ്പോൾ നീലിമയോട് ചോദിക്കുന്നുണ്ട്, നീ പറ്റിച്ചില്ലേ ഒരു സുധി, അവൻ്റെ ഏട്ടനാണ് ഞാൻ, നീ അവരുടെ അടുത്ത് 50 ലക്ഷം പറ്റിച്ച് പോയില്ല, ഇങ്ങോട്ട് തിരിച്ച് താടി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീലിമ പറയുന്നുണ്ട്, ഞാൻ ആ പൈസയ്ക്ക് എപ്പോഴോ തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. നീ കൊടുത്തോ, എന്നാൽ നീ എൻ്റെ വീട്ടിൽ വന്ന് പറയാ വായോ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് നമ്മുടെ നീലിമേനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചിൻ ശ്രീകാന്തും കൂടി നമ്മുടെ സുധീനെ ഒരു പെട്ടിയിലൊക്കെ പൊക്കി കൊണ്ടുവരുന്നുണ്ട്. പൊക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പറയുന്നുണ്ട്, നീ പറയടാ, സത്യം പറയടാ, നീലിമ നിനക്ക് 50 ലക്ഷം തിരിച്ച് തന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് തന്നിട്ടില്ല, നിങ്ങൾക്ക് തന്നതിൻ്റെ സാക്ഷി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നീലിമ എന്ന് പറയുമ്പോൾ നീലിമ വരുന്നുണ്ട്. എല്ലാവരും പേടിച്ച് വരയ്ക്കുന്നുണ്ട്. നമ്മുടെ നീലിമ എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇവരുടെ പൈസയൊക്കെ തിരിച്ച് കൊടുത്തിട്ടുണ്ട്, പലിശ സഹിതം കൊടുത്തിട്ടുണ്ട്, പലിശ വേണമെന്ന് പറഞ്ഞത് ഈ ശ്രുതിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ശ്രുതിയോട് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ശ്രുതിയോടുള്ള ദേഷ്യം അമ്മായിമ്മ നന്നായിട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട്, ചെകിടത്തിക്കിട്ടിട്ട് നന്നായിട്ട് കൊടുത്തിട്ട് പുറത്തേക്കൊക്കെ ആക്കുന്നുണ്ട്. നീ പൊടി, ഇനി ഈ വീട്ടിലേക്ക് നീ വരാൻ പാടില്ല, നീ എന്നെ പറ്റിക്കായിരുന്നില്ല ഇത്രയും കാലം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ആക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സച്ചിക്കാണെങ്കിൽ ആകെ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, അവർ സത്യം എന്നിട്ടും അവർക്ക് എന്നും കുറ്റല്ലേ, ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ രേവതിയെ പിടിച്ച് നിർത്തുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.